നമസ്കാരം, ലേഡീസ് അവർ ബ്യൂട്ടി ടിപ്സിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് കൊല്ലം കിളികല്ലൂർ ഏഞ്ചൽ ബ്യൂട്ടി പാർലറിലെ സ്റ്റെഫി ചേച്ചിയാണ്. സ്റ്റെഫി ചേച്ചി നമസ്കാരം. ഇന്ന് നമുക്ക് എന്ത് ടിപ്സാ പറഞ്ഞു തരുന്നത്? ഞാനൊരു ഡേ ടു ഡേ മേക്കപ്പ് ആണ് ചെയ്യുന്നത്. ഓക്കെ, വളരെ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് വളരെ കുറഞ്ഞ ഐറ്റം വെച്ചിട്ട് എങ്ങനെ പെട്ടെന്ന് ഒരു മേക്കപ്പ് ചെയ്യാം. അപ്പോൾ ഓക്കെ, ഇന്ന് നമുക്ക് ചേച്ചി പരിചയപ്പെടുത്തി തരുന്ന മേക്കപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നമുക്കൊരു അത്യാവശ്യം ഒരു പാർട്ടിക്കോ അങ്ങനത്തെ ഫംഗ്ഷനൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു മേക്കപ്പ് ടിപ്സ് ആണ് ഇപ്പം നമുക്ക് ചേച്ചി പറഞ്ഞു തരുന്നത്. അപ്പോൾ നോക്കാം. ആദ്യം നമുക്ക് നന്നായിട്ട് ഫേസ് ക്ലീൻ ചെയ്യാം. ഫേസ് വാഷോ അല്ലെങ്കിൽ മുഖം വാഷ് ചെയ്തിട്ട് അല്ലെങ്കിൽ വെറ്റ് ടിഷ്യൂ വെച്ച് തുടക്കി ചെയ്താൽ മതി. ഞാനിപ്പോൾ വെറ്റ് ടിഷ്യൂ ആണ് യൂസ് ചെയ്യുന്നത്. നന്നായിട്ട് ഫേസ് ക്ലീൻ ചെയ്യാം. എന്നിട്ട് നമുക്കൊരു ക്ലെൻസർ അപ്ലൈ ചെയ്യാം. ക്ലെൻസർ അപ്ലൈ ചെയ്യണം. ഏതൊരു മേക്കപ്പിനാണെന്നുണ്ടെങ്കിൽ ക്ലെൻസർ മസ്റ്റ് ആണ്. അത് നമ്മുടെ സ്കിന്നിലേക്ക് പെനട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലെൻസിങ് നമ്മൾ മസ്റ്റ് ആയിട്ടും ചെയ്തിരിക്കും. അപ്പോൾ അത് ഏത് മേക്കപ്പ് ചെയ്താലും ക്ലെൻസർ യൂസ് ചെയ്യാം. ഫേഷ്യൽ ആയാലും ക്ലീനപ്പ് ആയാലും എല്ലാം ക്ലെൻസിങ് നമ്മൾ ആദ്യം ചെയ്യണം. ക്ലെൻസ് ചെയ്തിട്ട് അത് നമ്മൾ തുടച്ച് മാറ്റുക. ഇനി നമ്മൾ ഒരു BB ക്രീം ഫൗണ്ടേഷന് പകരമാണ്, ജസ്റ്റ് ഫൗണ്ടേഷനാണ്. അതിൽ ഫൗണ്ടേഷന് പകരം ഒരു BB ക്രീം അല്ലെങ്കിൽ ഒരു CC ക്രീം യൂസ് ചെയ്യാം. ഇതിന്റെ സ്കിന്ന് നല്ല ക്ലിയർ സ്കിൻ ആയതുകൊണ്ട് നമുക്ക് BB ക്രീം യൂസ് ചെയ്യാം. ബ്യൂട്ടി ബാം എന്നാണ് അതിന്റെ പേര്. അതല്ല പാച്ചസ് ഒക്കെ ഉള്ള സ്കിൻ ആണെന്നുണ്ടെങ്കിൽ മുഖക്കുരു വന്ന പാടുകളും അങ്ങനെ കറുത്ത മാർക്കുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് CC ക്രീം യൂസ് ചെയ്യാം. അത് കളർ കറക്ഷൻ സ്കിന്നിനനുസരിച്ചാണ്. നമുക്കിപ്പം ഇവിടെ ഒരു BB ക്രീം യൂസ് ചെയ്യാം. നല്ല ക്ലിയർ സ്കിൻ ആയതുകൊണ്ട് നമുക്ക് BB ക്രീം യൂസ് ചെയ്യാം. ഇതൊരു സിമ്പിൾ മേക്കപ്പ് ആണ്. അതായത് പെട്ടെന്ന് നമുക്ക് വളരെ കുറഞ്ഞ ഐറ്റം വെച്ച് ചെയ്യാനുള്ളതാണ്. ഒരു ബ്രൈഡൽ മേക്കപ്പിനായാലും അല്ലെങ്കിൽ ഒരു പാർട്ടി മേക്കപ്പിനായാലും അതിന് ഒത്തിരി പ്രൊസീജിയേഴ്സ് ഉണ്ട്. അതിൽ കറക്റ്ററും കൺസീലർ അങ്ങനെയൊക്കെ യൂസ് ചെയ്യണം. അതായത് പാടുകളൊക്കെ മായ്ക്കുന്നതിന്, കണ്ണിനടിയിലെ കറുപ്പൊക്കെ കളയുന്നതിന്. പക്ഷേ ഇതിൽ നമുക്ക് അതൊന്നും യൂസ് ചെയ്യുന്നില്ല. വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്യാൻ നമ്മളൊരു BB ക്രീം മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. വളരെ റീസണബിൾ ആയിട്ടുള്ള രീതിയിൽ എല്ലാവർക്കും വാങ്ങാൻ പറ്റുന്ന ഒരു BB ക്രീമാണ് ഇപ്പം ഞാൻ സെലക്ട് ചെയ്തേക്കുന്നത്. സ്കിന്നിനനുസരിച്ചിട്ടുള്ളതാകുമ്പോഴത്തേക്കും ഒത്തിരി കൂടെ നല്ലതായിരിക്കും അല്ലേ? നല്ല ഫെയർ ആയിട്ടുള്ള സ്കിൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ലൈറ്റ് കളേഴ്സ് യൂസ് ചെയ്യാം. അതല്ല ഇച്ചിരി ഡാർക്ക് സ്കിൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡാർക്ക് ഷെയ്ഡ് തന്നെ യൂസ് ചെയ്യണം. അത് സ്കിന്നിനനുസരിച്ചിരിക്കും. എന്നിട്ടിത് നന്നായിട്ട് നമുക്ക് കൈ വെച്ച് തുടച്ച് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണേ. ബ്ലെൻഡിങ് നല്ല കറക്റ്റ് ആയെങ്കിലേ മേക്കപ്പിൽ ഒരു പെർഫെക്ഷൻ കിട്ടത്തുള്ളൂ. നമുക്കൊരു ബ്യൂട്ടി ബ്ലെൻഡർ ഉപയോഗിച്ചിട്ട് ഇതാണ് ബ്യൂട്ടി ബ്ലെൻഡർ. ഇത് ജസ്റ്റ് ഒന്ന് നനച്ചിട്ട് അത് നമ്മൾ വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുത്താൽ ഇച്ചിരി കൂടെ നല്ല പെർഫെക്ഷൻ കിട്ടും. ശേഷം നമ്മൾ കോമ്പാക്ട് പൗഡർ ആണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് കോമ്പാക്ട് പൗഡർ യൂസ് ചെയ്യുന്നത്. ഇതിപ്പോൾ നല്ല ക്ലിയർ സ്കിൻ ആയതുകൊണ്ട് ഒരുപാട് പൗഡർ കട്ടിക്കിടേണ്ട കാര്യമില്ല. നമുക്ക് ഒരുപാട് അങ്ങനെ ആകുമ്പോൾ പുട്ടി അടിച്ച പോലെ നമുക്ക് ഫീൽ ചെയ്യും. അതുകൊണ്ട് നമ്മൾ ലൈറ്റ് ആയിട്ട് ഒരു സിമ്പിൾ മേക്കപ്പ് അല്ലേ, അതായത് ഇപ്പം ഓഫീസ് മേക്കപ്പ് എന്നൊക്കെ പറയുന്നത്. ചിലവർക്ക് ഇപ്പൊ ഫേസ് അത്ര ഇച്ചിരി ഡാർക്ക് ആയിട്ടിരിക്കുന്നവർക്ക് ആകുമ്പോഴത്തേക്കും ഇത്തിരി കൂടെ കളർ കൂട്ടി ഇടണ്ടേ, പക്ഷെ അത് ഓവർ ആവാനും പറ്റില്ലല്ലോ. അത് നമ്മൾ ലൈറ്റ് ആയിട്ട് ഇട്ടാൽ മതി. പിന്നെ ഫൗണ്ടേഷൻ വളരെ കുറച്ച് നമ്മുടെ കൈയുടെ ബാക്കിൽ ചെറിയ അളവിലെടുത്ത് ഡോട്ട് ഇട്ടിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിപ്പം എല്ലാവർക്കും എല്ലാ ദിവസവും ഈ ഓഫീസിലൊക്കെ പോകുന്നവർക്ക് എല്ലാ ദിവസവും ഒന്നും ബ്യൂട്ടി പാർലറിൽ പോയി ഒരുങ്ങി പോകാനൊന്നും പറ്റത്തില്ല. അപ്പോൾ ജസ്റ്റ് ഫാസ്റ്റ് ആയിട്ടൊന്ന് ഒരു മേക്കപ്പ് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിലുള്ള മേക്കപ്പാണിത്. നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്യുന്ന പോലെ തന്നെ കഴുത്തിലും അല്ലെന്നുണ്ടെങ്കിൽ രണ്ട് നിറത്തിൽ കാണിക്കും. അതുകൊണ്ട് രണ്ടും ഒരുപോലെ അപ്ലൈ ചെയ്യാം.
അതിനുശേഷം നമ്മൾ ഐബ്രോ ആണ് ചെയ്യുന്നത്. എപ്പോഴും ഐബ്രോ ചെയ്യാൻ നമുക്കൊരു ബ്രൗൺ ഷെയ്ഡ് ഐബ്രോ ആണ് നല്ലത്. കാരണം ഒരു നാച്ചുറൽ ലുക്ക് ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ബ്ലാക്ക് ആണെന്നുണ്ടെങ്കിൽ അത് പ്രൊജക്റ്റ് ചെയ്ത് കാണും. ബ്ലാക്ക് ആകുമ്പോഴത്തേക്കിന് എടുത്ത് ബ്രൗൺ ആണ് ഇച്ചിരി കൂടെ ബെറ്റർ. ഐബ്രോ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് കാജൽ യൂസ് ചെയ്യാം. ഇച്ചിരി കൂടെ തിക്കായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ബ്രഷ് വെച്ചിട്ട് ഒന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇച്ചിരി കൂടെ നല്ല തിക്കായിട്ട് നല്ല ലോങ് ആയിട്ടുള്ള ഐസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം. ഇതിപ്പം കാജൽ എഴുതുന്ന സമയത്ത് പടരുമല്ലോ, അപ്പം അത് പടരാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? പടരാതിരിക്കാൻ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ടാൽക്കം പൗഡർ ജസ്റ്റ് ഒന്ന് കണ്ണിനടിയിലോട്ട് വെച്ച് കൊടുക്കാം. നമ്മൾ കാജൽ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഐലൈനർ ചെയ്യാം. കട്ടിക്ക് വേണമെന്നുണ്ടെങ്കിൽ കട്ടിക്ക് വരച്ചു കൊടുക്കും. ലൈറ്റായിട്ടാണ് വരയ്ക്കുന്നത്. ഇച്ചിരി കൂടെ പാർട്ടി മേക്കപ്പ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഐ മേക്കപ്പ് ഒക്കെ ചെയ്യുമ്പോൾ നല്ല ബ്രൈറ്റ് ഐസ് ആയിട്ട് ഇരിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് തിക്നെസ് കൂട്ടി വരയ്ക്കും. നമ്മൾ മസ്കാരയാണ് ചെയ്യാൻ പോകുന്നത്. ഇനി നമ്മൾ ലിപ്സ്റ്റിക്കാണ് ഇടാൻ പോകുന്നത്. ലിപ്സ്റ്റിക്ക്, അതായത് നമ്മളൊരു പിങ്ക് കളർ ലിപ്സ്റ്റിക്ക് സെലക്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അതിന് 3 എഫക്റ്റ് ഉണ്ട്. കാരണം 3 കാര്യങ്ങൾക്ക് നമുക്ക് യൂസ് ചെയ്യാം. ലിപ്സ്റ്റിക് ആയിട്ടും യൂസ് ചെയ്യാം, ബ്ലഷ് ആയിട്ട് യൂസ് ചെയ്യാം, ഐ ഷാഡോ ആയിട്ട് യൂസ് ചെയ്യാം. അപ്പം ഈ ഒരു ലിപ്സ്റ്റിക്ക് കൊണ്ട് 3 കാര്യങ്ങളും വളരെ കുറച്ച് ഐറ്റംസ് കൊണ്ടാണ് നമ്മൾ ഈ ഒരു മേക്കപ്പ് ചെയ്യുന്നത്. അപ്പൊ ഇതിപ്പോ ചേച്ചി യൂസ് ചെയ്യുന്നത് പിങ്ക് കളറിന്റെ ഇതല്ലേ? ലിപ് ലൈനർ വെച്ചിട്ട് തന്നെ ഞാനൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതിന്റെ മുകളിൽ കൂടെ ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യുന്നത്. ഓ ശരി. അപ്പോഴത്തേക്കും ഇത് ലിപ്സ്റ്റിക് എന്തിനാ പെട്ടെന്ന് റിമൂവ് ആയി പോകത്തില്ല.
ലിപ്സ്റ്റിക് ആണ് യൂസ് ചെയ്യുന്നത്. റോസ് കളർ തന്നെ അല്ലേ? റോസ് കളർ. ഒരുപാട് ഡാർക്കായിട്ട് ഇടുന്നില്ല, ലൈറ്റ്. നല്ല ഡാർക്കായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഡാർക്കായിട്ട് ഇടാമല്ലോ അല്ലേ? ഇത് തന്നെ നമുക്ക് ബ്ലഷ് ആയിട്ട് യൂസ് ചെയ്യാം. ഓ ശരി. ഓവർ ആവത്തുമില്ല, എന്നാൽ നല്ല എഫക്റ്റീവ് ആവുകയും ചെയ്യില്ല. ഇത് തന്നെ നമുക്ക് ഐഷാഡോ ആയിട്ട് യൂസ് ചെയ്യാം. ഓ ശരി. എല്ലാം കഴിഞ്ഞല്ലോ. ഇനി എന്താ വേണം? പൊട്ട് ഇനി പൊട്ട് വെക്കണം. പിന്നെ നമുക്കൊരു വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഫിക്സിങ് സ്പ്രേ അടിക്കാം. ഒരു ഫിക്സർ യൂസ് ചെയ്യാം. ഫിക്സർ ഇട്ട് കഴിഞ്ഞാൽ ഈ മേക്കപ്പ് പെട്ടെന്ന് റിമൂവ് ആയി പോവില്ല. കുറേ ഒരു 6 hours ഒക്കെ അതുപോലെ തന്നെ നിൽക്കും. നമ്മൾ മേക്കപ്പ് റിമൂവർ വെച്ച് റിമൂവ് ചെയ്യുമ്പോൾ മാത്രമേ പോകത്തുള്ളൂ. പിന്നെ നല്ലൊരു ഗ്ലോ ഉണ്ടാവും. ഈ മേക്കപ്പ് മണിക്കൂറുകൾ ഓരോ മണിക്കൂറും കഴിയുമ്പോഴും ഈ ബ്രൈറ്റ്നെസ് കൂടിക്കൊണ്ടിരിക്കും. ഓക്കെ. ഒരു ഫിക്സിങ് സ്പ്രേ അടിക്കുകയാണ്. ഇത് നമ്മൾ തുടച്ചു മാറ്റരുത്. നല്ല ഫാൻ്റെ കാറ്റിൽ തന്നെ ഉണങ്ങണം. അല്ലെന്നുണ്ടെങ്കിൽ ഒരു ടിഷ്യൂ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പഫ് ചെയ്ത് കൊടുക്കുക. പാർട്ടിക്കൊക്കെ പോകുന്നവർക്കോ അല്ലെന്നുണ്ടെങ്കിൽ ഓഫീസിലൊക്കെ പോകുന്നവർക്ക് ഇത്തിരി മേക്കപ്പ് ചെയ്തുകൊണ്ട് പോകണം എന്നുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ ചെയ്യാൻ പറ്റുന്നൊരു മേക്കപ്പ് ടിപ്പാണ് നമുക്ക് ചേച്ചി പറഞ്ഞു തന്നത്. അപ്പം മറ്റൊരു എപ്പിസോഡിൽ പുതിയൊരു ബ്യൂട്ടി ടിപ്സുമായി കാണുന്നത് വരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.